എന്താണ് ഇന്ന് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ലേഖനത്തിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. ഡിവിസീവാണ്, ഡിസ്റ്റർബിംഗ് ആണ് എന്നാണ് ഈ ഓർഗനൈസറിലെ ലേഖനത്തിൻ്റെ, അഭിജിത്ത് എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. എമ്പുരാനെതിരെ ഓർഗനൈസർ പറയുന്നത് സിനിമ പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ്. പൊളിറ്റിക്കൽ അജണ്ട. എമ്പുരാനെ ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണത്രേ. ഉള്ളടക്കം പക്ഷപാതത്തോടെയാണ് എന്നുള്ളതാണ് ഓർഗനൈസറിൽ പറയുന്നത്. ഹിന്ദു സമൂഹത്തെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു. അതിൽ നരോദ പാട്ടിയ സംഭവമാണ് വിശദീകരിക്കുന്നത്. ആ സംഭവം വിശദീകരിക്കുമ്പോൾ അതിൽ ഹിന്ദു സമൂഹത്തെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു. ഗോത്ര കലാപത്തെക്കുറിച്ച് ഹിന്ദു വിരുദ്ധ ആഖ്യാനം ചമയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ തീരുമാനം മോഹൻലാലിൻ്റെ ആരാധകരോടുള്ള വഞ്ചനയാണ് എന്നാണ് ഓർഗനൈസർ പറയുന്നത്. ലാലേട്ടനെ ആഗ്രഹിച്ചിരുന്ന ആളുകളോടുള്ള വഞ്ചന എന്ന നിലയിലാണ് ഓർഗനൈസർ അതിനെ കാണുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണച്ചവർ പ്രയാസത്തിലായി മാറിയിരിക്കുന്നുവെന്നും ഓർഗനൈസർ പറയുന്നു. ജനഗണമന സിനിമയും സമാന ഗണത്തിൽപ്പെട്ടതാണ്, സിമിലർ അണ്ടർടോൺസ് ആണ് എന്നാണ് ഓർഗനൈസറിൽ പറയുന്നത്. നേരത്തെ എഴുതിയ ജനഗണമന എന്ന സിനിമ, ആ സിനിമ നേരത്തെ പുറത്തു വന്ന ജനഗണമന എന്ന സിനിമ പക്ഷേ സംവിധാനം ചെയ്തത് പൃഥ്വിരാജല്ല, അതിൽ അഭിനയിച്ചത് പൃഥ്വിരാജാണ് എന്ന് മാത്രം. കുരുതി, കപ്പേള, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നിവയിലും പൃഥ്വിരാജ് പങ്കാളികളാണ്. അതിനും കുറിച്ചും സിനിമ പറയുന്നുണ്ട്. എന്നാൽ പൃഥ്വിരാജിനെതിരെ വിദ്വേഷ പരാമർശവുമായി എത്തിയത് യുവമോർച്ചയുടെ കെ ഗണേഷാണ്. കെ ഗണേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എമ്പുരാൻ സിനിമയുടെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാണ്. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിരുദ്ധമാണ് എന്ന വിചിത്രമായ കണ്ടെത്തലും കെ ഗണേഷ് നടത്തുന്നുണ്ട്. ജനഗണമനയും എമ്പുരാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങളെ വെള്ളപൂശുന്ന കഥാതന്തുവാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ജനഗണമന എന്ന സിനിമയിൽ ഭരണഘടനയാണ് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് ഒരു കോടതിയിൽ അഭിഭാഷകനായി പൃഥ്വിരാജ് തൻ്റെ വേഷം അഭിനയിക്കുന്നത്. അതിൽ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങൾ നേരത്തെ തന്നെ വിവിധ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗോസംരക്ഷണപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മൈനോറിറ്റി അഥവാ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പ്രമേയമാണ്. ഇതാണ് ദേശവിരുദ്ധം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ ഇദ്ദേഹം അവിടെ ആരൊക്കെയായിട്ടാണ് സമ്പർക്കം പുലർത്തിയിരുന്നത് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് കാലമാണ് എന്ന് ഓർമ്മ വേണം ഗണേഷ്. കൊറോണ കാലത്ത് ഈ അറേബ്യൻ ജീവിതത്തിനിടയിൽ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികളുടെ ആശയങ്ങളിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണോ പൃഥ്വിരാജ് ഇത്തരം ദേശവിരുദ്ധാശയങ്ങൾ തന്റെ സിനിമകളിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നത് ന്യായമായും സംശയിക്കണമെന്ന് മാത്രമല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ് ഗണേഷിന്റെ വാദം. ബഹിഷ്കരിക്കാനല്ല, മറിച്ച് എമ്പുരാൻ ഒളിച്ചു കടത്തുന്നത് ദേശവിരുദ്ധത തന്നെയാണെന്ന് അടിവരയിട്ട് പറയാം എന്നാണ് ഗണേഷിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ വിമർശനം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിദേശ ബന്ധങ്ങൾ പരിശോധിക്കണം, അദ്ദേഹത്തിന് ഫണ്ടിങ് കൊടുത്തത് ആരാണെന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഗണേഷ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കൊപ്പം സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജോ ദേവസ്യ, എന്തായാലും എമ്പുരാൻ എന്ന ചിത്രം വ്യാഴാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങുമ്പോൾ 17 സീനുകളെങ്കിലും എഡിറ്റ് ചെയ്യപ്പെട്ട് മാറ്റപ്പെടുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതിൽ 2 അഭിപ്രായങ്ങളുണ്ട് അണിയറ പ്രവർത്തകർക്കെന്നാണ് അറിയാൻ കഴിയുന്നത്. അതെന്താണെങ്കിലും ശരി, വ്യാഴാഴ്ച എത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി എമ്പുരാൻ സിനിമയിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഡോക്ടർ അരുൺകുമാർ, എമ്പുരാനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ വിവാദം വളരെ സജീവമായി തന്നെ തുടരുകയാണ്. സംഘപരിവാർ വിമർശനം ഒരു വശത്ത് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് നിർമ്മാതാക്കൾക്കിടയിൽ തന്നെ ധാരണ, ചിത്രത്തിന് 17 ഇടങ്ങളിൽ കത്രിക വെക്കാനുള്ള ഒരു തീരുമാനം, ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. അതായത് റീസെൻസറിംഗ് അല്ല, പകരം വോളണ്ടറി മോഡിഫിക്കേഷനാണ് നടക്കുക. ഈ കാര്യത്തിൽ, അതായത് മറ്റേതെങ്കിലും ഒരു തലത്തിലേക്ക് ഇതെല്ലാം പുരോഗമിക്കുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായത്തിൻ്റെ സാധ്യത ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ധാരണ എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ റീ എഡിറ്റ് സാധ്യമാകും. അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോടുകൂടി പുതിയ പതിപ്പ്, അതായത് മാറ്റം വരുത്തിയ എമ്പുരാനായിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്നതാണ്. ഈ കാര്യത്തിൽ ഒരു റീസെൻസറിങ്ങിൻ്റെ സാധ്യതയ്ക്കൊക്കെ അപ്പുറത്തേക്ക്, അത് നിയമപരമായി ഒരു തവണ സർട്ടിഫിക്കേഷൻ ലഭ്യമായതാണ്. ഇത് പക്ഷേ നിർമ്മാതാക്കൾ തന്നെ സ്വയം താല്പര്യമെടുത്ത് ഈ വിഷയത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവരുത്. അതായത് കേന്ദ്ര സർക്കാരിലടക്കം കടുത്ത സമ്മർദ്ദം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം കടുത്ത വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്
ഉണ്ടായിട്ടുണ്ട്. ഓർഗനൈസറിലടക്കം വിമർശനങ്ങൾ വരികയും ചെയ്യുന്നു. മറ്റേതെങ്കിലും തലത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നതിന് മുൻപ് പുതിയ ഒരു പതിപ്പ്, മാറ്റം വരുത്തിയ പതിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ വിവാദങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാകും എന്ന പ്രത്യാശ ഒരുപക്ഷെ അണിയറ പ്രവർത്തകർക്കുണ്ടാകാം. പക്ഷേ ഈ വിവാദങ്ങൾക്കെല്ലാം ഇടയിലും കളക്ഷൻ റെക്കോർഡിന്റെ കാര്യത്തിൽ എമ്പുരാൻ ഇതിനകം മികച്ച നേട്ടം ഉണ്ടാക്കിയെന്നാണ് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. 48 മണിക്കൂറിനകം തന്നെ 100 കോടി ക്ലബിൽ അത് എത്താൻ കഴിഞ്ഞു. അത് റെക്കോർഡാണ്. ഓവർസീസിന്റെ കാര്യത്തിൽ റെക്കോർഡാണ്. അങ്ങനെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഏറ്റവും വേഗതയേറിയ കളക്ഷൻ അല്ലെങ്കിൽ 100 കോടി ക്ലബിലടക്കം എത്തുന്ന ആദ്യ ചിത്രം എന്നതടക്കം കളക്ഷൻ റെക്കോർഡിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. ബുക്ക് മൈ ഷോയിലടക്കം ടിക്കറ്റ് ബുക്കിംഗിന്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ അതും മികച്ച ട്രെൻഡ് തന്നെ കാണിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കളക്ഷൻ റെക്കോർഡ് മറ്റുമൊക്കെ ഒരു വശത്ത് സജീവമായി തന്നെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ പ്രീസെയിൽ ബുക്കിംഗ് തന്നെ കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം ഒരു വശത്ത് രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്നു. അതിനെ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് സജീവമായി നിൽക്കുന്നു, മറുവശത്ത് കളക്ഷനും മെച്ചപ്പെട്ട നിലയിൽ പുരോഗമിക്കുന്നു. ഇനിയിപ്പോൾ മാറ്റങ്ങൾ വരുത്തിയുള്ള എമ്പുരാനെ എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ വിമർശകർ സ്വീകരിക്കുക എന്നതടക്കമുള്ളത് കാത്തിരുന്ന് കാണാം. താങ്ക് യു സജോയ്. എന്തായാലും സജോയ് ആ സിനിമ കണ്ടില്ലെന്ന് തോന്നുന്നു. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് റീ എഡിറ്റിംഗ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്.